Do you hear that? My sanity about to break while everyone I know's out. Hey all, welcome to another day in my life vlog. ഇങ്ങനെ ഒരു ഇൻട്രോ എടുത്തിട്ട് പോലും അത്യാവശ്യം കുറച്ച് അധികമായി നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരോടും സോറി. ഇനി എന്തായാലും വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തായാലും ട്രൈ ചെയ്യും, പക്ക ഷുവറാണ്. ഈ വീഡിയോ മാക്സിമം ഈസ്തറ്റിക് വ്ളോഗ് ആക്കാൻ വേണ്ടിയിട്ടും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒരു ലൈക്കും കമൻറ്റൊക്കെ കൊണ്ട് കമൻറ്റ് ഇടുമ്പം എനിക്ക് കൂടുതലായിട്ട് വീഡിയോ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ കൂടിയാണ്. രാവിലെ എണീറ്റപ്പോൾ തന്നെ ടേബിളിൽ ഞാൻ ഇന്നലെ വെച്ചിട്ടുള്ള ബുക്സ് അതേപോലെ വെച്ചിട്ടായിരുന്നു കിടന്നുറങ്ങിയിട്ടുള്ളത്. സോ അതൊക്കെ ഒന്ന് റെഡിയാക്കി മോർണിംഗ് റൊട്ടീൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ മോളത്തെ റൂമിലേക്ക് പോയിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഇന്നത്തെ ഒരു ഡേ എങ്ങനെയൊക്കെ ഒന്ന് ഈസി ആക്കാന്നൊക്കെയുള്ള രീതിയിൽ ജസ്റ്റ് ഒരു ടു ഡു ലിസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ആയിട്ട് നിന്നിട്ടുള്ളത്. ഇന്ന് അറിയുന്നവർക്കൊക്കെ അറിയായിരിക്കും എനിക്കിങ്ങനത്തെ സ്മെൽഡ് ആയിട്ടുള്ള ബഹൂറോ ക്യാൻഡിൽസൊക്കെ കത്തിച്ചു വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത് രാവിലെ ഇങ്ങനത്തെ ഒരു സ്മെല്ലും കൂടിയാണെങ്കിൽ നമ്മളൊരു ഡേ പ്രത്യേകിച്ച് ഒരു പോസിറ്റീവ് ഫീലൊക്കെ എനിക്ക് കിട്ടുന്ന മാതിരി തോന്നലുണ്ട്. ഇന്നാണെങ്കിൽ ഭാഗ്യത്തിന് മഴയും കാര്യങ്ങളൊന്നും ഇല്ലേനു. ഈ മഴയുള്ള സമയത്ത് വീഡിയോ എടുക്കാൻ എനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. കാരണം ഭയങ്കര ഡള്ളായിട്ട് തോന്നുമ്പോൾ അമ്മക്ക് തന്നെ ക്ലിയർ ഇല്ല എന്ന് തോന്നുമ്പം അമ്മക്ക് തന്നെ വീഡിയോ എടുക്കാനുള്ള ഇൻട്രസ്റ്റ് അങ്ങോട്ട് പോയി കിട്ടും. ദെൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വീട്ടിൽ പുട്ടേനു. ഞാൻ പുട്ട് അങ്ങോട്ട് സ്കിപ്പ് ചെയ്തിട്ട് എന്തെങ്കിലും തട്ടിക്കൂട്ടി പാസ്ത കുക്ക് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ പാസ്ത ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതൊന്ന് എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയാക്കി കഴിക്കാന്നുള്ള രീതിയിലാണ് നിന്നിട്ടുള്ളത്. സോ ഇന്ന് ഞാൻ ഒരു ആൽഫ്രെഡോ ചിക്കൻ പാസ്തയല്ല, പക്ഷേ അതിനോടൊരു സാമ്യമുണ്ട്. അങ്ങനെ രീതിയിൽ സോസും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള പാസ്തയാണ് ഉണ്ടാക്കിയത്. പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത്. പക്ഷെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈ പാസ്തയിലൊക്കെ ഓരോ പരീക്ഷണം നടത്താൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിവേസ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡിഷ് എന്ന് പറയുന്നതും പാസ്ത തന്നെയാണ്. പിന്നെ ഞാൻ ഈ അടുത്ത് ചെറിയൊരു യൂട്യൂബ് ജേർണീനെ പറ്റി പറഞ്ഞപ്പം അതിൽ കുറേ കമൻറ്റ്സ് ഉണ്ടായിരുന്നു. നിങ്ങളെ യൂട്യൂബ് സ്റ്റോറി പറയുമോ, ഫസ്റ്റ് ഇൻകം എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചിട്ട്. എനിക്ക് ഫസ്റ്റ് ഇൻകം ജെന്യുവൻലി പറയുകയാണെങ്കിൽ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. എന്തായാലും ഒരു 10 to 11K ആ ഒരു റേഞ്ചിൽ തന്നെയാണ് എനിക്കും കിട്ടിയിട്ടുള്ളത്. പക്ഷെ അത് കിട്ടിയപ്പോൾ എൻ്റെ ഒരു സന്തോഷം, അത് കിട്ടണ വരെ ഞാൻ വിചാരിച്ചിട്ട് ലിങ്ക് കിട്ടുന്നു. കാരണം ഞാൻ ഫേസും കാര്യമൊന്നും കാണിക്കുന്നില്ല, അങ്ങനെ കുറേ ഉണ്ടല്ലോ. പക്ഷെ അൽഹംദുലില്ലാ എനിക്ക് കിട്ടിയപ്പം ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. അത് കിട്ടുന്നതിന് മുന്നേ ഫസ്റ്റ് നമുക്കൊരു ഹാപ്പിനെസ് വരാനുള്ളത് നമ്മുടെ ചാനലൊന്ന് മോണിറ്റൈസ് ആകുമ്പോഴേനും. കാരണം ഞാൻ ഒരു പ്രതീക്ഷയില്ലാണ്ട് എൻ്റെ ഒരു ടൈം പാസിന് മാത്രം തുടങ്ങിയിട്ടുള്ളൊരു യൂട്യൂബ് ചാനലായിരുന്നു ഇത്. ഫസ്റ്റ് ഞാൻ വോയിസ് ഒന്നും കൊടുക്കാണ്ട് ജസ്റ്റ് മ്യൂസിക് മാത്രം ആഡ് ചെയ്തിട്ട് തുടങ്ങിയിട്ട് ജസ്റ്റ് ഒരു 8 മാസമൊക്കെ ആയതിനു ശേഷമാണ് ഞാൻ എൻ്റെ ഓൺ വോയിസിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് പോലും. അൽഹംദുലില്ലാ 1 year ആകുമ്പോഴത്തേനും നമുക്ക് ഇൻകവും കിട്ടി, അതേപോലെ കുഴപ്പമില്ലാത്ത രീതിയിൽ എത്താനും പറ്റി. പക്ഷെ ഈയിടെയായിട്ട് വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നത് കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. പഴയ വീഡിയോസ് എൻ്റെ തന്നെ കാണുമ്പോൾ ഞാൻ തന്നെ ആലോചിക്കലുണ്ട് പണ്ട് ഞാൻ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ടേനു എന്നൊക്കെ. പിന്നെ എനിക്ക് ഇൻസ്റ്റയിൽ കുറേ മെസ്സേജ് വരുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു തരുമോ ചാനൽ എന്തെങ്കിലും ഗ്രോത്ത് ആവാൻ വേണ്ടിയിട്ട് എന്നൊക്കെ. എനിക്ക് ആകെ ഒരൊറ്റ കാര്യങ്ങളോട് പറയാനുള്ളൂ, നിങ്ങൾ ഭയങ്കര ഡെയിലി വ്ളോഗ്സ് ഇടുക. ഷോർട്സ് ആയാലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ക്യാപ്ചർ ചെയ്യുക. ഇൻകം എന്ന് വിചാരിച്ച് നിങ്ങൾ വെക്കരുത്. ഞാൻ തുടങ്ങിയത് ജെന്യുവൻലി പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ടൈം പാസ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഈസ്തെറ്റിക് ആയിട്ട് പുറത്തൊക്കെ പോകുന്നതൊന്ന് ക്യാപ്ചർ ചെയ്തിട്ട് കുറേ കാലം കഴിയുമ്പം നമ്മൾ ഫേസ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ആ മൊമെൻറ്റ്സ് ഒന്ന് കാണാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. സോ നിങ്ങൾ ആ ഒരു കൈൻഡ് ഓഫ് വേലോ അല്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ മെയിനായിട്ടും ഡെയിലി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ നമ്മൾ ഫ്രണ്ട്സിനോടോ ഫാമിലിനോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ട് അതിലൊന്നും സത്യം പറഞ്ഞ കാര്യമില്ല. എൻ്റെ കേസിൽ ഞാൻ അങ്ങനെ ഒരാളോട് പോലും പറഞ്ഞിട്ടില്ല. എൻ്റെ ക്ലോസ് ആയിട്ടുള്ള 1-2-3 ആൾ എന്നല്ലാണ്ട് വേറെ ആരും കൂടി ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. കാരണം അവരെപ്പോഴും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വിചാരിച്ച് അവർ നമ്മളെ വീഡിയോസ് എപ്പോഴും കാണണമെന്നൊന്നുമില്ല. പക്ഷെ ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ ആരും കാണുന്ന പോലും എനിക്കിഷ്ടമില്ല. എന്നെ അറിയുന്ന ഒരാൾ കാണുന്നത് പോലും എനിക്കിഷ്ടമില്ല. അപ്പം എൻ്റെ പേര് ഞാൻ ഇതുവരെ നിങ്ങളോട് എൻ്റെ നെയിം പറഞ്ഞു തന്നിട്ടില്ല. എൻ്റെ പേര് ആയിഷ എന്നാണ്. നമ്മൾ ചാനലിൻ്റെ നെയിം വരുന്നത് ഐ സ്റ്റോറീസ് എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പേര് പോലും മാറ്റിയിട്ടൊരു നെയിം കൊടുത്തത്, ഇന്നൊരാൾ അറിയരുതെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അങ്ങനെ പിന്നെ റിലാക്സ് ചെയ്തിട്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിന്നിട്ടുള്ളത്. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ലിങ്കും ഞാൻ ഈ വീഡിയോയിൽ എന്തായാലും മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. വേണ്ടവരെന്തായാലും മേടിച്ചോ. അപ്പം അങ്ങനെ പിന്നെ ഈ ഒരു പെർഫ്യൂം ഞാൻ മിനിസോന്ന് വാങ്ങിയതേനും. പക്ഷേ ഇതിനിപ്പോൾ എന്തോ സ്മെല്ലില്ലാത്ത പോലായി. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് റൂം സ്പ്രേ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കുഴപ്പമൊന്നുമില്ല, നല്ല ക്യൂട്ട് ബോട്ടിലാണ്. അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ സിമ്പിളായിട്ടുള്ള ജ്വല്ലറി കളക്ഷൻ കാണിച്ചു തരാം.
കളക്ഷൻ എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല. പണ്ട് എൻ്റെ കയ്യിൽ കുറേ ഉണ്ടായിരുന്നു, പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ തന്നെ അത് ചാടിയോ ചിലതൊന്നും എൻ്റെ കയ്യിൽ കാണൂല, അങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. പിന്നെ കുറേ കാലം കഴിഞ്ഞ് അവിടെ നോക്കുമ്പോഴായിരിക്കും അത് കാണില്ല. അങ്ങനെ ഇപ്പോൾ കറണ്ട് ഇന്ത്യയിൽ ആകെ ഒരു 4 ബ്രേസ്ലെറ്റ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ എവിടെയൊക്കെയൊന്നും എനിക്കെന്നെ അറിയില്ല. അപ്പം അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഞാൻ. അപ്പം അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ആൻറ്റി ടാനിഷ് ജ്വല്ലറീസ് ഒക്കെ ഇടാൻ. അപ്പം അതൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ജേർണലിങ് ചെയ്യാമെന്ന്. കുറേ കാലം ഇങ്ങനെ ജേർണലിംഗ് ഒക്കെ ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ ഈ ജേർണലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഓക്കെ നമുക്കും തോന്നും നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അതേപോലെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറേ കാലം കഴിഞ്ഞിട്ട് ആ ബുക്കൊക്കെ മറിച്ച് നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമാണ്. ഞാൻ എൻ്റെ 7th പഠിക്കുന്ന സമയത്ത് എനിക്കൊരു ഡയറി ഉണ്ടായിരുന്നു. ആ ഡയറി ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അത് ഈ ജേർണലിംഗ് പോലെ ഒന്നല്ല, നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഫോട്ടോസൊക്കെ ഒട്ടിച്ച് വെക്കുക, അതേപോലെ എന്തെങ്കിലുമൊക്കെ ഈ പണ്ടത്തെ ഫിലിം സ്റ്റാർസിൻ്റെ ഒക്കെ പിക്ചേഴ്സൊക്കെ ഒട്ടിച്ച് വെക്കുന്ന ബുക്കിൽ അതിനു. പക്ഷെ അതിപ്പോൾ കാണുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്തോ പണ്ടത്തെ കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ അതേപോലെ സ്കൂളിൽ പഠിക്കുമ്പോൾ ടൂർ പോയതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതെനിക്ക് ഇപ്പോഴും വായിക്കുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആണ്. സോ ഇത് നമുക്ക് ഇപ്പോൾ ഒരു വില ഇല്ലെങ്കിലും നാളെ നമുക്ക് ഇതൊക്കെ വായിക്കുമ്പോൾ അടിപൊളിയായിരിക്കും. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ മെയിനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉള്ളത് നല്ല വെയിൽ കണ്ടപ്പോഴാണ്. ഈ വെയിലുള്ള സമയത്ത് നമ്മുടെ ഫോൺ ഇത്ര ക്ലാരിറ്റി ഇല്ല എന്നാണെങ്കിലും പക്ഷെ ഒരു മെയിൻ ക്ലിയർ എന്ന് പറയുന്നത് ഈ സൺലൈറ്റ് തന്നെയാണ്. അതെന്തൊക്കെ പറഞ്ഞാലും ഫോൺ എത്ര ക്ലാരിറ്റി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സൺലൈറ്റിൽ നമ്മൾ വീഡിയോ എടുക്കുന്ന ക്ലാരിറ്റി വേറെ എവിടുന്നും കിട്ടില്ല. നമ്മൾ എത്രയൊക്കെ ലൈറ്റ് യൂസ് ചെയ്യാണെന്ന് പറഞ്ഞാലും എനിക്ക് ഈ സൺലൈറ്റിൽ നിന്ന് വീഡിയോ എടുക്കണം, അതായിരിക്കും കുറച്ചും കൂടി ഭംഗി എനിക്ക് തോന്നില്ല. പിന്നെ ഇതിൽ ഞാൻ ജേർണലിംഗ് ഒക്കെ ഭയങ്കര സിമ്പിളായിട്ട്, എനിക്കങ്ങനെ ഹെവി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്യാനുള്ള കഴിവൊന്നും ഇല്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെയ്യല്. അപ്പം അതൊന്നും ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ. ഈ ഒരു ബ്രൗൺ പേപ്പർ ഞാൻ മീഷോന്ന് പർച്ചേസ് ആക്കിയിട്ടുള്ളതാണ്. ഞാൻ അധികം പ്രോഡക്ട്സും മീഷോന്നാണ് പർച്ചേസ് ആക്കല്. പക്ഷേ നമുക്ക് യൂട്യൂബിൽ മീഷോന്റെ പ്രോഡക്ട്സ് നിങ്ങൾക്ക് ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റൂല, അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പം എൻ്റെ ഐസ്റ്റോറീസ് തന്നെയാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം നെയിം വരുന്നത്. അതിൽ ഞാൻ മീഷോന്ന് പർച്ചേസ് ആക്കിയിട്ടുള്ള കുറേ അഫോർഡബിൾ പ്രൈസിൽ വരുന്ന സാധനങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്, വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഒത്തിരി ക്യൂട്ട് സ്റ്റേഷനറി ആയിക്കോട്ടെ, ഡ്രസ്സ് ആയിക്കോട്ടെ, കിച്ചൺ ഫൈൻസ് ആയിക്കോട്ടെ, കുറേ പിൻട്രസ്റ്റ് ഐറ്റംസ് ആണ് ഞാൻ അതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന 10 പ്രോഡക്ട്സും അതിൽ തന്നെയാണ്. പിന്നെ ഞാൻ ജസ്റ്റ് ഫ്ലിപ്കാർട്ടിൽ വെറുതെ ടാഗ് ചെയ്യുന്നുള്ളൂ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾക്ക് ഇൻസ്റ്റ ചെക്ക് ചെയ്ത് നോക്കിയാൽ കറക്റ്റ് കാര്യങ്ങൾ കിട്ടും. പിന്നെ എനിക്ക് കുറച്ച് കമന്റ്സും കാര്യങ്ങളും വന്നതേനു ഗിവ് അവേ തരാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാ നമുക്ക് 30K സബ്സ്ക്രൈബേഴ്സ് ആയാലും ഞാൻ ഡെഫിനറ്റ്ലി ഒരു ഗിവ് അവേ ചെയ്യുന്നുണ്ട്. അത് ഉറപ്പായിട്ടും ചെയ്യും. ഇനി ഞാൻ എന്തായാലും അത് നീട്ടിക്കൊണ്ടുപോയില്ല. അതേപോലെ വീക്ക്ലി വൺസ് എങ്കിലും ആയിട്ട് ഞാൻ വ്ളോഗ്സ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. പിന്നെ ഇന്ത്യയിലാണെങ്കിൽ പോളറോയിഡ്സും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം എല്ലാവരും പോളറോയിഡ്സ് ഞാൻ ജസ്റ്റ് അവിടെ ഒന്ന് സ്റ്റാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഓയിൽ പെയിന്റ് വരുന്നതുണ്ടല്ലോ, ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയത്. ഇത് അടിപൊളിയാണ് കേട്ടോ. അത് ഞാൻ എടുത്ത് കാണിക്കാൻ വിട്ടുപോയതാണ്. നല്ലൊരു സ്റ്റിക്കറാണ്. എനിക്കിങ്ങനെ സ്റ്റിക്കേഴ്സൊക്കെ വെച്ചിട്ട് ജേർണലിംഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് വേണമെങ്കിൽ ഇത് പ്രിന്റ് എടുക്കുകയും ചെയ്യാം. സാധാ പോലെ പിൻട്രസ്റ്റ് നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് കളർ പ്രിന്റ് എടുത്താലും മതി. എന്നിട്ട് നമുക്ക് വേണ്ട രീതിയിൽ കട്ട് ചെയ്താൽ മതി. ഈ ഒരു സ്റ്റിക്കർ നമ്മൾ കോഴിക്കോട് ഡൈക്കറ്റ് സ്മാർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സോ അവിടെ പോകുമ്പോൾ ഞാൻ പർച്ചേസ് ആക്കിയതേനു. അവിടെ പോകുമ്പോൾ ഞാൻ വ്ളോഗ് എടുത്തിട്ടുണ്ടേനു. പക്ഷേ സ്റ്റോറേജ് ഇല്ലാത്തതിനോട് എനിക്കത് മൊത്തം ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഫാസ്റ്റിൽ ഇട്ടതാണ്. അത്രക്കും സ്റ്റോറേജ് ഇല്ല ഫോണിൽ. സോ ഒന്ന് പെട്ടെന്നൊന്ന് ക്ലീനൊക്കെ ചെയ്ത് ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടേനു. ഈ ഒരു സംഭവം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചത് ഓക്കെ ഇന്നത്തെ ഡേ എങ്കിലും ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് എന്നാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു ഉച്ച സമയം ആയിട്ടുണ്ട്. ദെൻ ഞാൻ വേഗം കുളിക്കാൻ വേണ്ടിയിട്ട് പോയി. ഈ മഴ മാറിയപ്പോഴത്തേനും ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. വേഗം വെറുത്ത് കുളിക്കുന്നുണ്ടേനു. പിന്നെ ഈ ഒരു ഡവിൻ്റെ എക്സ്ഫോലിയേറ്റിംഗ് ബോഡി സ്ക്രബ് ഞാൻ ഒത്തിരി വട്ടങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് തീരാനായിട്ടുണ്ട്. എനിക്കിത് എന്തായാലും വീണ്ടും പർച്ചേസ് ആക്കണം. ഭയങ്കര അടിപൊളി സ്മെല്ലാണ്. നമുക്ക് തിന്നാൻ വേണ്ടിയിട്ട് വരെ തോന്നിപ്പോവും. അത്രക്കും അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര, ഞാൻ ഇതന്നെയാണ് യൂസ് ചെയ്യുന്നത് സ്ക്രബായിട്ട്. സോ അത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. നിങ്ങൾ വാങ്ങിയാൽ എന്തായാലും വാങ്ങിക്കൊണ്ടിരിക്കും. അത്രക്കും അടിപൊളി പ്രൊഡക്റ്റാണ്. പിന്നെ ലഞ്ചിൻ്റെ സമയമായപ്പോൾ ഞാൻ ജസ്റ്റ് കുക്ക് ചെയ്യുന്നത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷോർട്സും കാര്യങ്ങളും എടുത്തേന്നുള്ളൂ. ഇന്ന് നമുക്ക് ചോറിന് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റും കൂടി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ അധികം രാവിലത്തെ ഫുഡ് തന്നെയാണ് ഉച്ചക്കും കഴിക്കല്. പക്ഷെ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ലഞ്ച് കഴിച്ചേ പറ്റുള്ളൂ. പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും
പഴയ മലയാളം ഫിലിമൊക്കെ കണ്ടിട്ട് കഴിക്കുമ്പോൾ ഒരു വൈബ് ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. പിന്നെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇന്നലെ ഞാൻ പുറത്തു പോയപ്പം ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ തിന്നിട്ട് വെറുതെ ഇങ്ങനെ ഒരു പണിയില്ല, ഇനി വെറുതെ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ടൈം പോക്കും. അങ്ങനെ ഐസ്ക്രീം തിന്നുകൊണ്ടിരിക്കുന്ന സമയത്തേനു എനിക്കൊരു പാർസൽ വന്നത് മീഷോന്ന്. സോ അത് ഞാൻ വേഗം ഇട്ടിട്ട് വീഡിയോ എടുക്കേനു. ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിൽ എന്തായാലും പോസ്റ്റ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. ബൈ.